ഈശോയിലേറ്റം സ്നേഹമുള്ള പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇന്ന് പ്രധാനമായിട്ട് യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന നിർണായകമായ നിമിഷമാണ്. അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ യേശു അതിൽ നടന്നു പോയപ്പോൾ യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചു പറയുന്നു, ഇതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട്. തീർച്ചയായിട്ടും സ്നാപക യോഹന്നാന് യേശുവിനെ നന്നായി അറിയാം, ഇവർ ബന്ധുക്കളാണ്. എങ്കിലും സ്നാപക യോഹന്നാൻ 2 സ്ഥലങ്ങളിൽ യേശുവിനെ അറിയില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. യേശു വെളിപ്പെടുത്തുന്നത് വരെ താൻ വെളിപ്പെടുത്തരുത് എന്നുള്ള ബോധ്യം സ്നാപക യോഹന്നാൻ അതുവരെ മറച്ചു വെച്ചു. അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു രൂപം സ്നാപക യോഹന്നാന് ലഭിക്കുന്നത് സ്നാനം നൽകുന്ന സമയത്താണ്. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരും എന്നുള്ള വാഗ്ദാനം അത് നിറവേറിക്കഴിഞ്ഞപ്പോൾ സ്നാപക യോഹന്നാനും പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഇവനാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഏകരക്ഷകൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിൽ ഈശോ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും രക്ഷകനായ ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ്. ദൈവമാണ് ഇന്ന് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതും. ഇന്ന് ഇവിടെ നിങ്ങളായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് നിറവേറിക്കൊണ്ടിരിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഒത്തിരി പേരിൽ നിന്ന് മാറ്റി നിർത്തി ദൈവം നമ്മളെ ഇന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു രക്ഷയുടെ അടയാളം കണ്ടെത്തുവാൻ നമ്മൾ പരിശ്രമിക്കണം, അത് നേടിയെടുക്കണം. നിങ്ങൾ എന്തന്വേഷിക്കുന്നു? നിങ്ങൾ ക്രിസ്തുവിനെ അന്വേഷിച്ചാണ്, അല്ലെങ്കിൽ ആ രക്ഷ സ്വീകരിക്കുവാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കുന്നത് ആ വ്യക്തിയുടെ കൂടെ താമസിക്കുമ്പോൾ, അല്ലെങ്കിൽ വ്യക്തിയുടെ കൂടെ ആയിരിക്കുമ്പോഴാണ്. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഞാൻ ഡൽഹിയിലാണ് ഞാൻ സേവനം അനുഷ്ഠിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷ സ്ഥലം. അവിടെയൊക്കെ ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്നേഹത്തിലാവുകയും പരസ്പരം ജീവിക്കണം, ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ ചിന്തിച്ച് വളർന്നു വരികയും, അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നീട് അതിൽ നിന്നൊക്കെ മാറി വേറെ ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിലേക്ക് എത്തിയിട്ടില്ല, അതിന് മുമ്പേ തന്നെ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്ന കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില കുഞ്ഞുങ്ങളിൽ. അപ്പോൾ ആദ്യം ആ വ്യക്തിയുടെ കൂടെ ആയിരുന്നു, ആ വ്യക്തി നല്ലതായിരുന്നു എന്ന് തോന്നി. ആ വ്യക്തിയോട് കൂടുതൽ അടുത്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവങ്ങൾ അത് എനിക്കുമായി പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലായത്. അങ്ങനെ അതിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ കൂടെ വസിക്കുമ്പോഴാണ് ഒരു വ്യക്തിയെ കൂടുതൽ അറിയുവാനായിട്ട് സാധിക്കുവാൻ. യേശു പറയുന്നു, നിങ്ങൾ കൂടെ വസിക്കുവാനായിട്ട് എന്നെ നിങ്ങൾ മനസ്സിലാക്കുവിൻ, എന്നെ അറിയുവിൻ എന്ന് ഈശോനാഥൻ പറയുകയാണ്. അപ്പോൾ കൂടെ വസിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ യേശുവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ഏകരക്ഷകനായിട്ട് വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും കൂടെ വസിക്കുന്നില്ലെങ്കിൽ അവനെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം, 1-2 അനുഭവങ്ങൾ പങ്കുവെച്ച് ഞാൻ ഈ വചനഭാഗം നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, പട്ടം കിട്ടി ഏകദേശം 2ാമത്തെ ദിവസം ഞാൻ വണ്ടിയിൽ, സ്കൂട്ടറിൽ ഒരു മനസ്സമ്മതം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പെട്ടെന്നൊരു പൂച്ച കുറുകെ ചാടുകയാണ് വണ്ടിയുടെ.
പെട്ടെന്ന് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് ഞാൻ വണ്ടിയിൽ ചെറുതായി ഒന്ന് വീണ് കഴിഞ്ഞപ്പോൾ എൻ്റെ വലത്തെ ഷോൾഡറിന് ഭയങ്കരമായ വേദന, അസഹനീയമായ വേദന. ഒരു തരത്തിൽ ഞാൻ ആ വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് വന്ന് ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച കൈ ഭയങ്കര വേദന. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു MRI എടുക്കുന്നത് നല്ലതാണ്, കാരണം ഇനി ഡൽഹിയിലേക്ക് പോകുകയല്ലേ, അതിനു മുമ്പേ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ തീർത്തിട്ട് പോകാം. ഞാൻ MRI എടുത്തപ്പോൾ ഡോക്ടർ പറയുകയാണ് അവിടെ ട്യൂമറുണ്ട്, അതൊന്ന് പരിശോധിക്കണം, ബയോപ്സിക്ക് അയക്കണം എന്നുള്ളത്. ബയോപ്സിക്ക് അയച്ചപ്പോൾ അത് ക്യാൻസറാണ്, ബോൺ ക്യാൻസർ, കോൺട്രാസർക്കോമ എന്ന് പറയുന്ന ഒരു ക്യാൻസർ. ഈ നമ്മുടെ ഷോൾഡറിൻ്റെ ഈ ബോള് നമ്മുടെ കൈ താഴ്ത്താനും പൊന്തിക്കുവാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ പട്ടം കിട്ടിയ ഏറ്റവും അടുത്ത ദിവസങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്ന കുടുംബം ഞാനും വളരെ ദുഃഖത്തിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ട് എനിക്കിത് തന്നു എന്നുള്ളത്. അങ്ങനെ വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി ഞാൻ അവിടെ ചികിത്സയിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരവിടെ ചെന്ന് വീണ്ടും ബയോപ്സിയൊക്കെ പരിശോധിച്ച് സർജറിക്ക് വേണ്ടി ഒരു ഡേറ്റൊക്കെ തന്ന് ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ മൂത്ത ചേട്ടൻ ഒരു കൊന്ത കൊണ്ടുവന്ന് എന്നോട് പറഞ്ഞു, നീ ഇതെടുത്ത് പ്രാർത്ഥിക്കുക, നിന്റെ വേദനയ്ക്കെങ്കിലും ഒരു ആശ്വാസം ദൈവം നൽകട്ടെ. അങ്ങനെ കൊന്തയെടുത്ത് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. കാരണം രാത്രി ഒന്നും കെടുക്കാൻ പറ്റുന്നില്ല, അതിഭയങ്കരമായ വേദന, ശക്തമായ വേദന. അങ്ങനെ കൊന്തയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ഉള്ളിൽ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്നു, ഒന്നുമല്ലെങ്കിലും നിന്നെ ഞാൻ വൈദികനാക്കിയില്ലേ, നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു സ്വരം. തീർച്ചയായിട്ടും ഞാനൊരു വൈദികനായിരുന്നു, അല്ലെങ്കിൽ വൈദികനാണ് എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ ഈ ഒരു അസുഖം വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മുന്നിൽ നിന്ന് മറഞ്ഞുപോയി. പല സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ, പ്രാർത്ഥിച്ചിരുന്ന വ്യക്തികൾ പലപ്പോഴും പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോകുവാനും സാധ്യതയുണ്ട്. ചില വേദനകൾ കഠിനമായി കടന്നു വരുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം, ഒരു ഇരുട്ട് അല്ലെങ്കിൽ ഒരു അന്ധത എൻ്റെ ജീവിതത്തിലേക്കും കടന്നു വന്നു. അങ്ങനെ ആ സ്വരം കേട്ടപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, എൻ്റെ പൗരോഹിത്യം അതാണ് എൻ്റെ ബലം. ഞാൻ പിറ്റേ ദിവസം മുതൽ എത്ര വേദന സഹിച്ചിട്ടാണെങ്കിലും വിശുദ്ധ ബലി, എൻ്റെ വേദനകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞാൻ ബലിയർപ്പിക്കുവാനായിട്ട് തുടങ്ങി. പ്രൈവറ്റായിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ കുർബാനയാണ് എങ്കിൽ പോലും അതിൽ സമർപ്പിച്ച്, കാരണം എന്നേക്കാൾ കൂടുതൽ വേദന അനുഭവിച്ച എൻ്റെ രക്ഷകന് എൻ്റെ വേദനകൾ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് ഉള്ള വലിയ ബോധ്യത്തോടു കൂടി ഞാൻ ബലിയർപ്പിച്ചു. അങ്ങനെ ഓരോ ദിവസവും ബലിയർപ്പിക്കുമ്പോൾ വലിയ ആശ്വാസമാണ്. കാരണം എൻ്റെ രക്ഷകൻ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടത്, അല്ലെങ്കിൽ വേദന അനുഭവിച്ചത്, കുരിശുമരണം സ്വീകരിച്ചത് എനിക്ക് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അവൻ എല്ലാം രക്ഷയ്ക്കായിട്ട് അത് വഴി ഒരുക്കുമെന്നുള്ള വലിയ ബോധ്യം എനിക്ക് വിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും ബലി അർപ്പിച്ച് ഓപ്പറേഷൻ തീയതി വന്നു. ഓപ്പറേഷൻ്റെ അന്ന് സർജറി ചെയ്യുമ്പോൾ ഡോക്ടർ എന്നോട് പറയുകയാണ്, ആ മുഴ അല്ലെങ്കിൽ ട്യൂമർ എന്ന് പറഞ്ഞത് കാണുന്നില്ല, അതുകൊണ്ട് ഇനി വേറെ ചികിത്സയൊന്നും വേണ്ട, ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. കാരണം ബയോപ്സി കഴിഞ്ഞ് ഏകദേശം വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ, ഞാൻ മറ്റു മരുന്നുകളൊന്നും കഴിച്ചിട്ടില്ല, ഇതിനുള്ളിൽ ഇതെന്താണ് സംഭവിച്ചതെന്ന് ഡോക്ടർക്കും മനസ്സിലാക്കുവാനായി സാധിക്കുന്നില്ല. കെട്ടിവെച്ച പൈസയൊക്കെ തിരിച്ചു തന്ന് എന്നോട് പറഞ്ഞു, ഇനി ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ പൊക്കോളിൻ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവത്തിന് ഇതൊക്കെ വളരെ നിസ്സാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ വേദനകൾ കാണാത്തവനല്ല. എനിക്ക് ചില ബോധ്യങ്ങൾ ലഭിക്കുവാനായിട്ട്, എൻ്റെ പൗരോഹിത്യത്തിൽ കൂടുതൽ തീഷ്ണതയോടെ, അല്ലെങ്കിൽ ഞാനെന്ന സത്യത്തെ തിരിച്ചറിയുവാനായിട്ടുള്ള ചില നിമിഷങ്ങളായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയ ആ ദിവസങ്ങളായിരുന്നു അത്. അവിടുന്ന് മുതൽ ഇന്ന് വരെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്കൊരു ഉള്ളിൽ വിശ്വാസമുണ്ട്, എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്. കാരണം ഒരു അനുഭവം ലഭിച്ചവനാണ് ഞാൻ.
പ്രിയമുള്ളവർ, ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ടുള്ളവരുമുണ്ട്, അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാതെ പോയവരും ഇന്ന് എൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. കർത്താവിനെ പൂർണ്ണമായി അറിയുവാനായിട്ട്, അവനോട് കൂടെ വസിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ സുവിശേഷം പറയുന്നത്. മറ്റൊരു അനുഭവം കൂടി ഉള്ളത് എൻ്റെ ജീവിതത്തിലെ, എൻ്റെ ഈ ത്രോട്ടിൽ അവിടെ ഒരു മുഴ വന്ന്, പാരാതൈറോയിഡിൽ ഒരു മുഴ വന്ന് സർജറി നടത്തിയപ്പോൾ എൻ്റെ സ്വരം പോയി. എനിക്ക് സ്വരം കാറ്റ് പോലെയായി. എനിക്ക് പറയുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ എനിക്ക് പിതാവ് പറഞ്ഞു, നാട്ടിൽ പോക്കൂ, കാരണം വിശുദ്ധ ബലി അർപ്പിക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഉപസാരിപ്പിക്കാൻ സാധിക്കുന്നില്ല, ഒരു വ്യക്തിക്ക് വേണ്ടി ഒന്ന് സ്വരമുയർത്തി പ്രാർത്ഥിക്കുവാൻ ഒന്നിനും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഭയങ്കരമായ ഒരവസ്ഥ, നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് വിശുദ്ധ ബലി അവിടെയുള്ള കോൺവെൻറ്റിൽ പോയി ഞാൻ പ്രൈവറ്റായിട്ട് അർപ്പിക്കുന്നു. വീണ്ടും ഇതേ അവസ്ഥ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. ദൈവമേ, ഇതാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ ഞാനത് സ്വീകരിക്കുന്നു. ശബ്ദമില്ലാതെ എൻ്റെ പൗരോഹിത്യം അവസാനിപ്പിക്കാനാണെങ്കിൽ അതും ഞാൻ സ്വീകരിക്കുന്നു സന്തോഷത്തോടെ എന്ന് പറഞ്ഞ് വിശുദ്ധ ബലിയിൽ അർപ്പിച്ചപ്പോൾ എനിക്ക് ഏകദേശം ഒരു 2-2.5 മാസം കഴിഞ്ഞപ്പോൾ സ്വരം തിരിച്ചു വരികയും, ആ സ്വരത്തിൽ ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഡൽഹിയിലുള്ള എൻ്റെ ജനം വലിയ സാക്ഷ്യത്തിന് അവർക്കൊരു കാരണമായി മാറിയെന്നുള്ളതാണ്. കാരണം മുമ്പുണ്ടായിരുന്ന സ്വരത്തേക്കാൾ ഏറ്റവും മാധുര്യമുള്ളതും, അല്ലെങ്കിൽ അവർക്ക് ഒരു അഭിഷേകമുള്ള ഒരു സ്വരമായി മാറിയെന്ന് അവിടുത്തെ ജനം എന്നോട് പറയുകയുണ്ടായി. അങ്ങനെ ഒരു സാക്ഷ്യത്തിന് കാരണമാകുവാനും ദൈവം എന്നെ ഇടവരുത്തി എന്നുള്ളതാണ്. നമ്മളവരെ ദൈനംദിന ജീവിതത്തിൽ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നുണ്ട്. ഓരോ പ്രഭാതവും ദൈവം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. ആ പ്രഭാതത്തിലെ ദൈവത്തിൻ്റെ കരുണ സ്വീകരിച്ച നാം ഓരോരുത്തരും മറ്റുള്ളവരോടും കരുണ കാണിക്കുവാനും വിളിക്കപ്പെട്ടവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദൈവത്തോട് കൂടെ വസിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിലെ ഇത്രയേറെ അനുഭവങ്ങൾ, ഇനിയും ഒത്തിരി അനുഭവങ്ങൾ ഞാൻ ചിന്തിച്ചപ്പോൾ എത്രയോ അപകടങ്ങളിൽ നിന്നാണ് ദൈവം എന്നെ രക്ഷിച്ചിരിക്കുന്നത്. എത്ര വലിയ പാപ സാഹചര്യത്തിൽ നിന്നാണ് ദൈവം പലപ്പോഴും എന്നെ രക്ഷിച്ചിരിക്കുന്നത്. എൻ്റെ പൗരോഹിത്യ വിളിയിൽ ദൈവം എത്രമാത്രമാണ് എന്നെ കരുതലൂടെ കണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ എണ്ണി പറയുവാനായിട്ട് എനിക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലും അപ്രകാരമുണ്ട് എന്നുള്ളതാണ് വലിയ സത്യം. അതുകൊണ്ട് ആരും നിരാശയിലേക്ക് പോകരുത്. ദൈവത്തിൻ്റെ കരുണ സ്വന്തമാക്കിയ നാം ഓരോരുത്തരും പ്രത്യാശയോടെ ജീവിക്കുവാൻ, അതാണല്ലോ ഉയർപ്പ് നമുക്ക് നൽകുന്ന സന്ദേശം. പ്രത്യാശയോടെ ജീവിക്കുക. എന്നെ അറിയുന്നുണ്ട് ദൈവം, എന്നെ കാണുന്നുണ്ട് ദൈവം, എൻ്റെ നിലവിളി കേൾക്കുന്നുണ്ട് ദൈവം എന്ന് മനസ്സിലാക്കുക. എന്ന് മനസ്സിലാക്കി പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ കൂടെ വസിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.